ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിലാണ്. ഇതിപ്പോൾ ശൃംഗേരി തന്നെയാണ്. ഇന്ന് രാവിലെ 7:30 മണിയായി, പുറത്തേക്ക് ഇറങ്ങാൻ പോകണം, റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ടാണ്. അപ്പോൾ ഇത് ആ ഹോം സ്റ്റേ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി. കനക എന്നാണ് എൻ്റെ പേര്, കനക ഹോം സ്റ്റേ. ഇത് നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട് ഇവർക്ക്. പിന്നെന്താ, ഇതൊരു ആരുടെയോ വീടാണ് കേട്ടോ ഹോം സ്റ്റേ ആക്കിയിരിക്കുന്നത്. ഒരു നേപ്പാളി കപ്പിളാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഹൗസ് കീപ്പേഴ്സായിട്ട് വർക്ക് ചെയ്യണം, കെയർ ടേക്കേഴ്സും. ഇത് ഡൈനിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നമ്മുടെ ഒരു വീട് പോലെ തന്നെ നമുക്ക് ആ ഫീലിംഗ് ആണ്. പിന്നെ അതുപോലെ ഒരു 5 ബെഡ്റൂമോ മറ്റോ ഉണ്ട്. ഇത് വാസ് മൈ ബെഡ്റൂം. വലിയ സ്പേഷ്യസ് ആണ് റൂംസും ഒക്കെ. വലിയ മുറിയാണ്, അതല്ലേ ഇത്രയും ഇങ്ങനെ ഇതുണ്ട്. പ്ലസ് നല്ലൊരു വലിയ ബാത്റൂമാണ് ഇത്, ബാത്ത് അറ്റാച്ച്ഡ്. ഓക്കെ, ഇതുപോലെ 5 കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറയുകയാണെങ്കിൽ അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, നേപ്പാളി ഭാര്യ ഭർത്താവാണ്, ഒരു കപ്പിളും അവരുടെ ചെറിയ കുട്ടികളും ഇവിടെ ഉണ്ട്. അവരാണ് നോക്കുന്നത്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് വന്ന് കിടക്കാൻ വരുന്നു രാത്രി, പിന്നെ ഇടയ്ക്ക് ഡ്രസ്സ് മാറണം എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ ഏതോ ഒരു ഓണറുണ്ട്, അവരുടെ കുറേ ആർട്ടിഫാക്ട്സും ഒക്കെ ഇവിടെ നല്ലൊരു പൂജാമുറിയുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ 1 2 3 4 5 കുറച്ച് പൈസയും കുറവായിരുന്നു. ഏതാണ്ട് ഒരു 4000 റുപ്പീസ് ആ റേഞ്ച്. ഞങ്ങൾ 2 റൂം എടുത്തു. 4 പേരുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു റൂം, അവർ 3 പേരും കൂടി ഒരു റൂമിൽ. അപ്പോൾ അതിനും എല്ലാം കൂടി അവർ കുറച്ച് തന്നു. ടോട്ടലായിട്ട് ആര് വന്നാലും അത്രയൊക്കെ ആവുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ജസ്റ്റ് 4000 ആ റേഞ്ചിൽ പെർ ഡേ, രണ്ടും കൂടി ചേർത്ത്. ഓക്കെ, ഫുഡൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇത് അവരുടെ റിസപ്ഷൻ ഏരിയ കയറുന്ന മുറ്റം നോക്കിയാൽ നല്ല രസമുണ്ട്, നല്ലൊരു ലോണും. ഇദ്ദേഹമാണ് എൻ്റെ കെയർ ടേക്കർ. അപ്പം ശംഭുവും ശംഭുവിൻ്റെ വൈഫ്, ചെറിയ കുട്ടികൾ. ഒരു 1 year ആയിട്ട് ഇവിടെ ഉണ്ട്. നേപ്പാളാണ് സ്വദേശം. നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്രണ്ടേജൊക്കെ ഉണ്ട് ഇവിടെ. കാർ പാർക്കിങ്ങിനോ എല്ലാത്തിനും സൗകര്യമുണ്ട്. ശൃംഗേരിയിലെ ഗവൺമെൻറ് സ്കൂളാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട്. കൊപ്പ ഹൊർനാട് ഹൈവേ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോണേ. ജസ്റ്റ് ശൃംഗേരി എത്തുന്ന ആ ജംഗ്ഷൻ പോയിന്റിൽ തന്നെയാണ്. ഒരു പാടുമില്ല കണ്ടുപിടിക്കാൻ. ഞാനൊരു കാര്യം ചെയ്യും, അവരുടെ ഫോൺ നമ്പർ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാര്യം ഇത് നിങ്ങൾക്ക് ഉപകാരമാവട്ടെ വിചാരിച്ചിട്ടാണ്. ഇവിടെ വന്ന് നമ്മൾ ഹോട്ടൽസ് അന്വേഷിച്ചാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എത്ര വലിയ ഹോട്ടലാണെന്ന് പറഞ്ഞാലും കുറച്ച് വൃത്തിക്കുറവ് കൂടുതലായിട്ടുണ്ടാവും. കാര്യം ഇതൊരു ടൂറിസ്റ്റ്, ഒരു പിൽഗ്രിമേജ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എപ്പോഴും തിരക്കുള്ള സ്ഥലമല്ലേ ഇത്. കൊപ്പ ഹൊർനാട് ഹൈവേ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഹിൽ വ്യൂ ഹോട്ടലുണ്ട് ഇതിൻ്റെ സൈഡിൽ, കുറച്ച് അപ്പുറത്തോട്ടെന്ന് പറഞ്ഞു. എന്നാലും ഈ സ്കൂളായിരിക്കും പറ്റിയ ഇൻഡിക്കേഷൻ. ഇവിടുത്തെ സർക്കാർ സ്കൂളാണ് ശൃംഗേരിയിലെ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നു. വീണ്ടും അഗുംബെ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വന്നത് കൊപ്പയിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അഗുംബെ റൂട്ടിൽ സഞ്ചരിച്ചത്. ആക്ച്വലി പറഞ്ഞാൽ അല്ലാണ്ടും ശൃംഗേരിയിലേക്ക് വരാം, കാർക്കാലയിൽ നിന്ന്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ബ്യൂട്ടിഫുൾ റൂട്ടിങ് അഗുംബെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് അഗുംബെ വഴി മുന്നോട്ട് പോവാണ്. ഓൺ ദ വേ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് അവരുടെ നമ്മുടെ എൻട്രൻസ്. ആ സ്റ്റേയിൽ തിരിയുന്നതിൻ്റെ അവിടെ ഹോം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കനക ഹോം സ്റ്റേ. ഗവൺമെൻറ് PU കോളേജ് ശൃംഗേരി എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. സ്കൂളല്ല, കോളേജാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അത് ഇതിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ അഗുംബെ എത്തിക്കഴിഞ്ഞു. അഗുംബെ ഈസ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. എല്ലാവരും പറയുന്നതാണ്. മഴ ഉള്ള സമയത്ത് അഗുംബയിൽ വന്നു കഴിഞ്ഞാൽ മിസ്റ്റ് കൊണ്ട് നമ്മളെ പരസ്പരം കാണാൻ പറ്റില്ല. ഇപ്പം നോക്കിയാൽ നല്ല വെയിൽ. ഓക്കെ, ഇവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ ഇതൊരു വളരെ പ്രസിദ്ധമായൊരു വീടാണ്. കണ്ടോളൂ. RK നാരായണൻ്റെ വിശ്വവിഖ്യാതമായ എന്ന് തന്നെ പറയാം, വേൾഡ് ഫേമസ് ബുക്കാണ് ദ മാൽഗുഡി ഡേയ്സ്. അത് വായിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അത് പിക്ചറൈസ് ചെയ്തിരുന്നു ഒരു സീരീസായിട്ട്. അപ്പോൾ ആ ഒരു സീരീസിൽ ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ്സ് ആയിട്ട് ദ മാൽഗുഡി ഡേയ്സ്, അതിൽ ഒരു 2 ഫുൾ എപ്പിസോഡ് ഇവിടെ ഈ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്, മാൽഗുഡി ഡേയ്സിലെ വീടായിട്ട്. പിന്നെ മോസ്റ്റ്ലി അതിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് അഗുംബയിലാണ് നടന്നതെന്നാണ് പറഞ്ഞത് ആ കഥയുടെ.
മാൽക്കുടി ഡേയ്സ് ഇറ്റ് ഈസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വരാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. ഞാനിത് 2013 വന്നതാണ്. അന്ന് കസ്തൂരിയൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഈ വീടിൻ്റെ ഓണർ അമ്മ. ഇപ്പോൾ ഷീസ് നോ മോർ എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ സണ്ണിലോ ഇവിടെ ഉണ്ട്. മകള് മണിപ്പാലിലാണ് വർക്ക് ചെയ്യുന്നത്. മകളുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിൽ ഗോ ഇൻസൈഡ്. അഗുംബെ എന്ന് പറയുമ്പോൾ തന്നെ ഈ വീടാണ് എല്ലാവർക്കും ഓർമ്മ വരിക. ഇവിടെ ഇതൊരു സ്ഥലമായിരുന്നല്ലോ, ഇതായിരുന്നു ലൊക്കേഷൻ. അവരുടെ പഴയ ട്രഡീഷണൽ ഹൗസ് ഈ ടൈം. അത് കോട്ടയാട് ഉള്ള വീടാണ്, കണ്ടില്ലേ, നമ്മുടെ 4 കെട്ടൊക്കെ പോലെ. ആ പഴമയെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. സത്യം പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കസ്തൂരിയൊക്കെ ഓർമ്മ വന്നു. അന്ന് കണ്ടു കഷായം എന്ന് പറഞ്ഞിട്ടൊരു കട്ടൻ കാപ്പി, നമ്മുടെ കരിപ്പട്ടി കാപ്പി പോലൊരു സംഭവം ഇങ്ങനെ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കുമായിരുന്നു. അന്ന് എനിക്കതെല്ലാം ഉണ്ടാക്കി തന്നു. 5 years ആയി മരിച്ചിട്ടെന്നാണ് പറയുന്നത്. എന്തായാലും വീട്ടിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. സണ്ണിലോയെ മീറ്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ഹോം സ്റ്റേ ആയിട്ട് അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല, അവർ തന്നെ താമസിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് വന്ന സമയത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. കസ്തൂരിയക്കയുടെ സണ്ണിലാണ് ശ്രീ രവികുമാർ. ഓക്കെ, അദ്ദേഹം പറയുകയാണ് കസ്തൂരിയൊക്കെ ഉള്ള സമയത്ത് ചില റൂംസൊക്കെ ഇങ്ങനെ ഹോം സ്റ്റേ പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഷീ വാസ് മാനേജിങ് ഇറ്റ് നല്ല രീതിയിൽ. പക്ഷെ പുള്ളിക്കാരനത് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല. എന്തായാലും വലിയൊരു സംഭവമാണ്. ഈ മാൽഗുഡി ഡേയ്സ് ഷൂട്ടിംഗ് വാസ് ഇൻ 83-84. ഓക്കെ, 1983-84. ഓക്കെ, അത് ഡയറക്ടർ വാസ് ശങ്കർ നാഗ്. ഓക്കെ, ശങ്കർ നാഗിൻ്റെ പിന്നെ സീരീസ് ഡയറക്ടർ. കുറേ എപ്പിസോഡ്സ് ആയിട്ടാണ് അത് കാണിച്ചത്. അതിൽ 2 എപ്പിസോഡിൽ ഇത് തന്നെ കംപ്ലീറ്റ്ലി ഈ വീട്ടിൽ വെച്ചായിരുന്നു. ആ എപ്പിസോഡ്സിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഓഹോ, നാഗ 20 minutes story. 20 minute സ്റ്റോറി. ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നാഗാസ് 80% ഷൂട്ടിംഗ് ഇൻ നാഗുംബെ. 2 episodes ഷൂട്ട് ഹിയർ. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അതുകൊണ്ട് എത്ര ആൾക്കാരറിയോ തേടി വരുന്നത് ദിസ് ഹൗസിന്. വെരി ക്യൂട്ട്, നല്ലൊരു ആ ട്രഡീഷണൽ. ഇത് ഏത് ടൈപ്പ് ട്രഡീഷണൽ? 135 years old. 135 years old ആണിത്. അത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരുടെയാണ് ഇങ്ങനത്തെ? 4 കെട്ട കേരള മോഡൽ 4 കെട്ട പോലെ. അപ്പോൾ ഇവിടുത്തെ ഏത് കമ്മ്യൂണിറ്റിയാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്? കൊങ്കണി ബ്രാഹ്മിൻസ്. ഓക്കെ, കൊങ്കണി ബ്രാഹ്മിൻസിൻ്റെ വീടുകളൊക്കെ ഇങ്ങനെയാണ്. ഇതൊരു കേരള സ്റ്റൈൽ തന്നെയാണ് ഓൾമോസ്റ്റ്, 4 കെട്ട് പോലെ. പക്ഷേ ചെറിയൊരു മാറ്റം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നല്ല ഗംഭീരമായിട്ട്. അപ്പോൾ ആ വീട് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, അഗുംബെ ഒരു എന്താ പറയുക, എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ മഴ ഇപ്രാവശ്യം കുറവാണ് അല്ലേ? നോട്ട് സ്റ്റാർട്ടഡ് മൺസൂൺ നോ സ്റ്റാർട്ടഡ്. താമസിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഭയങ്കര മഴയായിരിക്കും. ഇപ്രാവശ്യം മഴയായിരുന്നു. ജൂൺ ജൂലൈ ആഗസ്റ്റ് 4 months heavy rain. അതെ. പിന്നെ സ്നേക്സ്, ഓൾ ദി കിങ് കോബ്രാസ് അതിൻ്റെ ഒരു സ്ഥലമാണ്. കിങ് കോബ്രയുടെ റിസർച്ച് സെൻ്റർ ഉണ്ട് ഈ ഭാഗത്ത് തന്നെ അഗുംബയിൽ. അത്രത്തോളം പ്രാധാന്യമുണ്ട് കിങ് കോബ്രയ്ക്ക് ഇവിടെ. ഓക്കെ, ഫേമസ്, വെരി ഫേമസ്. അഗുംബെ എന്ന് പറഞ്ഞാൽ കിങ് കോബ്രയാണ്. പിന്നെ മാൽഗുഡി ഡേയ്സ് ഹൗസ് ഭയങ്കര ഫേമസ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു. വി റിയലി മിസ് ഹർ. ആക്ച്വലി ഇവിടെ വന്നു ഐ ഡിഡ്ന്റ് നോ. 5 വർഷം മുന്നേ മരിച്ചാലും അറിഞ്ഞില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അമ്മയുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്, കസ്തൂരിയക്കയുടെ. നല്ല എന്താ പറയാ, ഭയങ്കര ഒരു മെയിൻ കൃഷ്ണ ഭഗവാനാണ് പ്രധാന. പൂജയൊക്കെ ചെയ്യുന്ന വീടാണ്. ഇവരെല്ലാം കൊങ്കണി ബ്രാഹ്മിൻസ് ആണല്ലോ. ഇവരുടെ വീട്ടിലെ പൂജ. അമ്മയുടെ കഷായം ഉണ്ടാക്കുന്ന പറയുന്നത്. ഓക്കെ, 130 വർഷം പഴക്കമുള്ള വീടിൻ്റെ ആ ഒരു അകത്തളമൊക്കെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഭാഗങ്ങളും പഴയ ഇങ്ങനെ സേഫ് പോലത്തെ കാര്യങ്ങളും മറ്റും. അമ്മയുള്ള അപ്പോൾ എനിക്ക് ഇതൊക്കെ അമ്മ കസ്തൂരിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കും പുള്ളിക്കാരി. ഭയങ്കര വാംത്താണ്. എനിക്ക് ആ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ഭയങ്കര വെൽക്കമിങ് ആണ്. അപ്പോൾ കഷായത്തിന് ഇപ്പോൾ പുള്ളിക്കാരൻ പറയായിരുന്നു സണ്ണിലോ ആണ് കേട്ടോ, ഇത് കുറച്ച് കഷായം ഉണ്ടാക്കി തരാം.
കിച്ചണിൽ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് അന്ന് കഷായം കുടിച്ചത്. ഞാനെല്ലാം റീക്രിയേറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ. ഓൾ മൈ മെമ്മറീസ്, നമ്മുടെ ഓർമ്മകളിലൂടെ ഒരു തിരിച്ചു പോക്കെന്ന് പറയില്ലേ. താങ്ക് യു. യെസ്, 20 type of herbals. ഹെർബൽസ്, യെസ്. കുറച്ച് ഹെർബൽ ഒരു കോഫിയാണ്. 58 ഹെർബ്സ്, ചില മരുന്നുകളെല്ലാം ചേർന്ന് വരുന്ന ഒരു കോഫിയാണ്. ഇതാണ് കസ്തൂരിയക്കയുടെ ഏറ്റവും ഫേമസ് ആയ കഷായം. അപ്പോൾ ഇപ്പോൾ സണ്ണിലോ പഠിച്ചു പുള്ളിക്കാരനും ചെയ്തിട്ട് അത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സീക്രട്ട് അറിയാം, എന്താണ്, എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്. ജനറേഷൻസ് കൈമാറിയിട്ടാണ് പോയത്. അത് ടേസ്റ്റ് കേട്ടോ, പറഞ്ഞു നോക്കുന്നത്തെ ടേസ്റ്റാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കരിപ്പട്ടി കാപ്പി അങ്ങനെയൊന്നുമല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷേ കുറച്ച് നല്ല പെപ്പറിൻ്റെ എല്ലാ പല 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 സ്വാദുകൾ. ഓക്കെ, ഇവരുണ്ടാക്കുന്ന മിക്സ്ചറാണ്. കന്നഡയിൽ ഇത് ചൗച്ചൗ എന്നാണ് പറയുന്നത്. അതായത് അവൽ മിക്സ്ചർ. അവൽ എനിക്ക് മാജിക് ഓണിലൊക്കെ കാണിച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തിടും, കപ്പലണ്ടി ഉണ്ടാവും. എളുപ്പമാണ് ഉണ്ടാക്കാൻ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ കുറച്ച് നാൾ കസ്തൂരിയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതാണ് നമ്മളിങ്ങനെ ഒരാളെ നമ്മളൊരു സ്ഥലത്ത് പണ്ട് നമ്മൾ കണ്ടു, ആ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ ആ വീടിൻ്റെ. ആൾ പിന്നെ വരുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടാവില്ലേ, ഒരു കുറവ്. അതാണ്. പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ പെട്ടെന്ന് കണ്ട ഉടനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഞാൻ വിചാരിച്ച് എനിക്ക് ഒരുപാട് പരിചയപ്പെടുത്തേണ്ടി വരും. വന്നപ്പോഴേ പേര് തന്നെ പറഞ്ഞു. ഇതൊരു മസ്റ്റ് ഐറ്റമാണ്. പക്ഷേ ഇപ്പം ഗസ്റ്റുകളൊന്നും അങ്ങനെ അവർ അധികം എൻ്റർടൈൻ ചെയ്യുന്നില്ലല്ലോ, കാര്യം ഇപ്പോൾ ഹോം സ്റ്റേ അല്ലാത്തതുകൊണ്ട്. ഇതെനിക്ക് പരിചയത്തിൻ്റെ പഴയ സ്നേഹത്തിൻ്റെ ആ ഭാഗമായിട്ട് ആണ് എനിക്കിവിടെ ഒരു വാം വെൽക്കം കിട്ടിയത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. വീണ്ടും പഴയ സ്ഥലത്ത് വരുമ്പോൾ പഴയ ആൾക്കാരെ കാണും. ഇവിടെ ഒരു അപ്സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ഒരു മിററുണ്ട് നല്ല ഭംഗിയുള്ള, അതും കൂടി ഒന്ന് കാണാം. 15 rooms is there here. 15 rooms. 15 റൂംസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നു. അപ്പം മേളിലേക്കുള്ള 3 sides there is like this stairs. ഓക്കെ, ഇതുപോലെ 3 സ്ഥലത്തു നിന്നും മേളിലേക്ക് പോകാനുള്ള സ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റെയർകേസ് സ്റ്റോൺ ആൻഡ് കല്ലിൻ്റെ സ്റ്റെപ്സ് ആണ്. ഇതായിരുന്നു റൂംസ്. ഇങ്ങനെ 15 റൂംസ് ഉണ്ട്. പഴയ കാലത്തെ മിറർ. 135 years old. 135 years old. Those days marble top. Oh. ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ആ 135 വർഷം മുന്നേ ഉള്ള ഡ്രസ്സിങ് ടേബിൾ വിത്ത് മിറർ. ഇത് മാർബിൾ ടോപ്ഡ്. ഇന്നത്തെ കാലം ഇങ്ങനെയാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ താഴത്തെ കോട്ടയാട് കാണാൻ പറ്റും. മേളത്തെ എല്ലാ മുറിയിലുള്ളവർക്കും കാണാം. ഓക്കെ, വലിയ വലിയ മുറികൾ ഇങ്ങനെ പോകും അല്ലേ. ഇതൊരു ബെഡ്റൂം. പിന്നെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു 4 റൂം ഇങ്ങനെ കയറി പോകുന്ന പോലെ. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതാണ്. ഇതൊരു മുറി. പിന്നെ ഇങ്ങനെ ഡോറ് തുറന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും റൂംസാണ്. അപ്പോൾ ടോട്ടൽ ഒരു 11 റൂംസോളം മേളിലുണ്ട്. താഴെ 4 റൂംസ്. ടോട്ടൽ 15 റൂംസ്. ആളില്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ മകനെ പോലെ തന്നെയാണ്. കസ്തൂരിയക്കയ്ക്ക് ഒരു മകളേ ഉള്ളൂ. മകളുടെ ഹസ്ബൻഡ് സണ്ണാണ്. അപ്പോൾ ഈ വീട്ടിൽ ഇദ്ദേഹം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വൈഫ് മണിപ്പാലിൽ വർക്ക് ചെയ്യും. ലാമ്പ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലമാണല്ലോ. 35 years. അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ വിളക്ക് വെക്കാനായിട്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ കാണാം ആ സ്പോട്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വിളക്ക് വയ്ക്കും, അപ്പോഴാണ് വെളിച്ചം കിട്ടുന്നത്. പഴയ കാലത്തെ കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ തന്നെ ഒരു ഡോറുണ്ട്. എഗെയിൻ സ്റ്റെയർ കേസ്. ഇങ്ങനെ ഇതിൻ്റെ 3 ഭാഗത്തുനിന്നും മേളിൽ കയറാനുള്ള പടിക്കെട്ടുകൾ. എല്ലാം കല്ലിലാണ്. കല്ല്. ഇതൊരു വലിയ റൂം അല്ലേ. ഓ, ടേബിൾ. പഴയ ടേബിള്. ഇതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ച് ടെസ്റ്റ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. ഈ റോഡ് കാണാൻ പറ്റുന്ന വ്യൂ ആണ്.
ആ ഇങ്ങനൊരു വാതിലുണ്ടല്ലേ മേളിൽ നിന്ന് നോക്കാൻ. വിൻഡോസ് കൂടാണ്ടാണ് ഇങ്ങനെ. വിൻഡോസിലൂടെ നോക്കാം, എല്ലാ റൂമിൽ നിന്നും വിൻഡോസിലൂടെ കാണാം. പ്ലസ് ഇങ്ങനൊരു ഡോറ് പോലെ. ഇതൊരു വലിയ റൂമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെഗെയിൻ റൂംസ് എല്ലാം. അപ്പോൾ പണ്ടൊക്കെ ജോയിൻറ്റ് ഫാമിലീസ് അത്. സോ ലോട്ട് ഓഫ് 75 members live in this house. ദിസ് ഹൗസ് ഓക്കെ. 75 മെമ്പേഴ്സ് വരെ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ള വീടാണിത്. ജോയിൻറ്റ് ഫാമിലി ആയിട്ട് മക്കള് കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട്. Now all over world. അവരെല്ലാം പല രാജ്യങ്ങളിലാണ്. ഓക്കെ, ഇതിങ്ങനെ നോക്കില്ലേ, നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ തുറന്ന് കാണാം പുറത്തെ കാഴ്ച. റോഡിങ്ങനെ നല്ലൊരു പ്ലാനാണ്. ഭയങ്കര രസമുണ്ട്. പഴയ ആൾക്കാരുടെ ഒരു ആർക്കിടെക്ചറൽ ഐഡിയാസ് ആൻഡ് ബ്യൂട്ടി. Elephant face. Elephant face. Different designs of flower. Okay. This is the different. ഓരോ തൂണിനും ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. Different flower. ഫ്ലവേഴ്സ്. പിന്നെ ആനയുടെ ഇവിടെ ആനയുടെ ഒരു ഇതുണ്ട്. ആന ഫേസ്. എലിഫന്റ് ഇങ്ങനെ വാ തുറന്നിങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ആ തൂണുണ്ടല്ലോ, ആ ഒരു പില്ലറിൻ്റെ. ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആണ്. നോക്കി പിന്നെ ഓരോ ഫ്ലവറും ഡിഫറെൻ്റ് ആണ്. ഓരോ തൂണിലും സത്യം പറഞ്ഞാൽ കാണാനുണ്ട്. ഓരോ പില്ലറും ഓരോ വർക്കും. 135 years old ഹൗസ് ആൻഡ് 75ഓളം മെമ്പേഴ്സ് ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു. ഓക്കെ, അപ്പോൾ ആ കാലത്തുള്ള എപ്പോഴും വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് പൂട്ടുന്ന ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ലോക്കില്ല, അകത്തുനിന്ന് മാത്രമേ ഉള്ളൂ പൂട്ടാൻ പറ്റുള്ളൂ. ഭയങ്കര അല്ലേ, എത്ര നല്ല സിസ്റ്റം. നമ്മളൊക്കെ വീടൊക്കെ പൂട്ടി കെട്ടിയാൽ പോകുന്നത്. ചിലപ്പോൾ വീട്ടിൽ ആരും കാണില്ല. ഇവിടെ അങ്ങനെയല്ല, സിസ്റ്റം അങ്ങനെയായിരുന്നു പണ്ട് തൊട്ട്. ആരെങ്കിലും വീട്ടിലുണ്ടാവും. ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ അങ്ങനെ ഗുണമുണ്ടല്ലോ. അപ്പോൾ അകത്തുനിന്നുള്ള ലോക്കേ ഉള്ളൂ, നോ ഔട്ട്സൈഡ് ലോക്ക്. ഓ, ഇതാണ് ലോക്കിംഗ് സിസ്റ്റം. എന്നിട്ട് തുറക്കും. പുറത്തുനിന്ന് പൂട്ടാനുള്ള സംവിധാനം ആ കാലത്തില്ല. അങ്ങനെ എൻ്റെ ഓർമ്മകളെല്ലാം വീണ്ടും ഞാൻ പുതുക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷേ കസ്തൂരിയൊക്കെ ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രം. പക്ഷെ പുള്ളി ഭയങ്കര വാം ആയിട്ട് സ്വീകരിച്ചു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. വീടെല്ലാം ഒന്നുകൂടി നടന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഇനി മുന്നോട്ട് പോകാം. ഓക്കെ, അഗുംബയുടെ അവിടെ നിന്ന് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അഗുംബെ ഘാട്ട് കയറി വരുന്നവർക്ക് ഇതൊരു പ്രധാന സ്ഥലമാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ. ഹോട്ടൽ ശ്രീ ഗണേഷ് ഗ്രാൻഡ് പ്യുവർ വെജ്. നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ എത്ര വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയില്ലേ ഹൈവേയിലുള്ള ഹോട്ടൽസില്ലേ, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ. അപ്പോൾ ഗണേഷ് ഗ്രാൻഡിനകത്താണ് ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ. ഇങ്ങനെ മൂവിങ് ക്രൗഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം അഗുംബെ ഘാട്ട് കയറുന്നതിന് താഴെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെ അവിടെ മിസ്സായി കഴിഞ്ഞാൽ, ഘാട്ട് കയറി അഗുംബെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു നല്ല കടയില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് പിന്നെ ഉള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരും കയറും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ആയി. ഗണേഷ് ഗ്രാൻഡ് എന്തല്ലേ ഇഡ്ഡലി വട, പലാവ്, ബൺസ്, കാരാവത്ത്, കേസരിബാത്ത്, മസാല ദോശ, പ്ലെയിൻ ദോശ, സെറ്റ് ദോശ. ഓക്കെ, ഇവിടുത്തെ വടയുടെയൊക്കെ സൈസ് നോക്കിയാൽ മേതുവട, അതായത് നമ്മുടെ ഉഴുന്ന് വട ബിഗ് സൈസ്. കേസരി ബാത്ത് വന്നു, ഇങ്ങനെ 1 by 1 വന്നുകൊണ്ടിരിക്കുന്നു. മസാല ദോശ, ഇതെല്ലാം ഞാൻ കഴിക്കുകയാണെന്ന് വിചാരിക്കുകയും ചെയ്തത്. ടോട്ടൽ ഓർഡറാണ്. ഞാനെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ദോശ. ഈ സെറ്റ് ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലഫിയാണ് കേട്ടോ. നമ്മുടെ ഈ കല്ലപ്പമൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. അധികം പുളിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു മധുരം പോലെയൊക്കെ തോന്നും. പുളി വളരെ കുറവായിരിക്കും. നല്ല ചൂട് വട, കരികരിപ്പ് നോക്കി. ഇവിടുത്തെ ചട്നി, പൂരിയുടെ സൈസ് നോക്കിയേ. ഞാൻ വെച്ച് ബട്ടൂരയാണ്. പൂരിയുടെ സൈസാണ്. സെറ്റ് ദോശയാണ് എൻ്റെ മെയിൻ
ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. പൂരി ആൻഡ് കുറുമ. യെസ്, വെജ് കുറുമ. ഇവരുടെ വെജിറ്റേറിയൻ ഹോട്ടൽസിലെ കുറുമ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ പറയില്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുറുമ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു, നമ്മളുണ്ടാക്കുന്ന കുറുമയിൽ നിന്നും വ്യത്യസ്തമാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. വെരി ഗുഡ്. അവരെല്ലാത്തിനും ചമ്മന്തിയും കൂടി തരും. സെറ്റ് ദോശയുടെ ഫ്ലഫിനെസ് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ കല്ലപ്പമൊക്കെ മതി. ഇതും കുറുമ ഉണ്ട്, ചമ്മന്തിയുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെറിയൊരു മസം, അധികം പുളിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പം കഴിക്കുന്ന പോലെ ഇരിക്കും, കല്ലപ്പമല്ല. അതും കുറുമ്പ കോമ്പിനേഷനിൽ കഴിക്കാം. ഇതൊക്കെ സോഫ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അപ്പം കഴിക്കുന്നില്ല. അപ്പം നമ്മുടെ കല്ലപ്പം, നമ്മുടെ കേസരി ബാത്ത്, അവരെ ഉപ്പുമാവിന് പറയുന്ന കാരാബാത്ത്. ചൂടുണ്ട്. ഈ ഒരു സെക്ടറിൽ വരുമ്പോൾ ഉടുപ്പി, മാംഗ്ലൂർ, ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്ട് എല്ലാം ആണെങ്കിലും കേസരി ബാത്ത് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ ഫ്ലേവറാണ്. കഴിച്ചു തീർക്കട്ടെ. ആൻഡ് ഫൈനലി ഒരു ബ്ലാക്ക് കോഫി പറഞ്ഞു, ലൈറ്റ്. അയ്യോ, നോ ഷുഗർ സെപ്പറേറ്റ്. ആവശ്യത്തിനുള്ള അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സാധാരണ എല്ലാവരും പഞ്ചസാര ഇട്ടല്ലേ കൊണ്ടുവരുന്നത്. ഇത്രയും കൂടി കഴിച്ചിട്ട് 480 ആയിട്ടുള്ളൂ. 480, ഉള്ളി 480. ഇത്ര ആണ് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഉള്ളി 480. എന്നോട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുന്നുണ്ട്, ചേച്ചി എല്ലാം കൂടെ വരുന്നവർക്കുമായിട്ട് ഷെയർ ചെയ്യാറില്ലേ, എന്താണ് ചേച്ചി ഒറ്റയ്ക്കാണോ? ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കും ഇത്രയും കാര്യങ്ങളല്ലേ, ഷെയർ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ അവരെല്ലാം കഴിക്കുന്ന കാണിക്കാത്തതാണ്. അവർക്ക് അവരുടെ പ്രൈവസി ഇല്ലേ. ഞാനെന്തായാലും ക്യാമറയുടെ മുന്നിൽ നിന്ന് വർഷങ്ങളായി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എല്ലാവർക്കും അത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. സോ ദേ നീഡ് ദ പ്രൈവസി. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കഴിക്കുന്നതന്നെ കാണുന്ന നിർബന്ധമില്ലല്ലോ. നമ്മൾ കഴിക്കുന്നു, എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ പിക്ചർ കിട്ടുന്നുണ്ടല്ലോ. ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ ഞാൻ കാണിക്കാറുണ്ട്. അവരെല്ലാം പാലൊഴിച്ച കോഫിയും ചായയൊക്കെയാണ് കുടിക്കാതെ. ബ്ലാക്ക് ടീ അല്ല, ബ്ലാക്ക് കോഫി. കറക്റ്റ്. നമുക്ക് അങ്ങനെ നമ്മുടെ ഈ കോഫിയും കുടിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പം ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മൂവിങ് വ്ളോഗാണ്. പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓൺ ദ വേ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഓ, ഇത് ഓണറാണ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? നാഗേന്ദ്ര അഡിഗാർ. ഓക്കെ, നാഗേന്ദ്ര അഡിഗാർ. അദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ഥാപനം. ഫ്രം കോട്ടയിൽ നിന്നാണ്. പക്ഷെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നത്. ഇറ്റ്സ് എ വെരി നൈസ് റെസ്റ്റോറൻറ്റ്, ഗുഡ് ഫുഡ്. താങ്ക് യു. ഫൈൻ. അഡിഗാറാണ് അവരുടെ സ്ഥാനപ്പേര്. ഓക്കെ, നോക്ക്, വാഹനങ്ങൾ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരുന്ന കേട്ടോ. ബസ്സിലും വാനിലും കാറിലും എവ്രിബഡി കംസ് ഹിയർ. അഗുംബയിൽ വരുന്നവരെല്ലാം. ഇപ്പോൾ നമ്മൾ അഗുംബെ ഘാട്ട് റോഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. താഴോട്ടുള്ള യാത്രയാണ്. സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. പിന്നെ അറിയാലോ, രാജവെമ്പാലയുടെ നാടാണ് ഇത്. ഒരു സൺസെറ്റ് പോയിൻ്റാണ് കേട്ടോ ഈ ഭാഗത്ത്. അതായത് ഒരു വ്യൂ പോയിൻ്റാണ്. ഈവനിങ് വരികയാണെങ്കിൽ ഇവിടെ നിന്നാണ് ആൾക്കാർ സൺസെറ്റ് കാണുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ രാജവെമ്പാല കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഭയങ്കര സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇതെല്ലാം വനത്തിൻ്റെ പാർട്ടാണ്. എല്ലാ ആൾക്കാരും വണ്ടി ഒതുക്കി പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നിട്ട് വ്യൂ പോയിന്റ്. ഇപ്പോൾ ഈ സമയം വ്യൂ പോയിന്റിന് പറ്റിയ സമയമല്ല കേട്ടോ, വെയിലായി. ഈവനിങ് ഓർ ഏർലി മോർണിംഗ് സൺസെറ്റ് പോയിന്റ്. പക്ഷെ ഇവിടെ എല്ലാം ഡേർട്ടി ആക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ താഴെ എല്ലാം പ്ലാസ്റ്റിക് കവർ, കുപ്പി എല്ലാം. ഓ, ഒരു വ്യൂ പോയിന്റ്, അതായത് സൺസെറ്റ് പോയിന്റ് എന്നാണ് തോന്നുന്നു പറയുന്നത്. വൈകുന്നേരം ഇവിടെ വന്ന് നിന്നാൽ സൺസെറ്റ് ചെയ്യുന്ന കാണാം. ഇതിപ്പോൾ ഘാട്ട് റോഡിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ഘാട്ട് റോഡിൻ്റെ താഴത്തെ ഘാട്ട് കാണാം. ആ റോഡിൻ്റെ ടേണിങ് കാണാം നമുക്ക്. വലിയ പില്ലേഴ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു
നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. താഴോട്ട് ഈ ഭാഗത്ത് അടിയിലോട്ട് പില്ലറുണ്ട് ഹൈറ്റിൽ. ഘാട്ട് റോഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ നമ്മുടെ വയനാട് ചുരമൊക്കെ പോലെ ഇങ്ങനെ കയറി പോകുന്നു. കണ്ടില്ലേ ഈ പച്ചപ്പ്? ഇതൊക്കെ ഫോറസ്റ്റ് റേഞ്ച് ആട്ടോ. എല്ലാം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമാണ്, പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ്. ഇപ്പോൾ വെയിൽ വന്ന സമയമായതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. ഓക്കെ, തിരിച്ചു. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഡു നോട്ട് ഫീഡ് മങ്കീസ് എന്ന്. മങ്കീസിനെ ഫീഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? അവർക്ക് നാശമാവുകയുള്ളൂ. നമ്മൾ പലതരം ഫുഡ് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ വയറൊക്കെ അപ്സെറ്റാകും. ആ കാറിൻ്റെ മിററിൻ്റെ മേളിൽ കയറി ഒരാൾ നിൽക്കുക, ചെറുതാണ്. മേളിൽ ഈ മരത്തിൻ്റെ മേളിൽ എൻ്റെ അമ്മയുണ്ട്, ദേ ഇരിക്കണോ ഉണ്ടോ, വലിയ ആൾ. പ്ലീസ് ഡോണ്ട് ഫീഡ് മീ എന്ന് അവൻ തന്നെ പറയുന്നത്. റിക്വസ്റ്റ് ചെയ്യണം, പ്ലീസ് ഒന്നും തരല്ലേ. നമ്മൾ നാട്ടുകാർ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ വയറ് പൊല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവന് കാട്ടിൽ നിന്ന് തന്നെ അവൻ്റെ ആഹാരം അവന് കിട്ടും. കാട് സാധാരണ എനിക്ക് ഫോറസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടം, പക്ഷേ ഇവിടുത്തെ കാട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഡേഞ്ചർ പോയിൻ്റ് പോലെ എന്ന് വെച്ചാൽ അങ്ങനെ കേട്ട് ഇത് ഒരു രാജവെമ്പാലയുടെ നാടാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീലിങ്ങോട് കൂടിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകണം, സമയമില്ല. സോ വി ആർ ഗോയിങ് ഫോർവേഡ്. ഇനി അടുത്തൊരു ടെമ്പിൾ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോകാം. അതിങ്ങനെ ഇറങ്ങി പോവാണ്, ചുരം ഇറങ്ങി പോകുന്നു. ആൻഡ് ടെമ്പിളിൻ്റെ ഭാഗത്തെത്തുന്നു. ഇനി പുറത്തേക്കാണ്. അങ്ങനെ നമ്മൾ അഗുംബെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, താഴേക്ക്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ്. സോമേശ്വര വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് റേഞ്ച്. സാധാരണ അഗുംബെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. ഈ ഒരു ക്ലൈമറ്റിലല്ല, മഴക്കാലത്ത് ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മിസ്റ്റ് കൊണ്ടിങ്ങനെ മൂടിയായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ട് ഈ ജൂൺ മാസത്തിലാണ് ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അത് അത്ര ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ബൈ മിഡ് ജൂലൈ ഓഗസ്റ്റിൽ വരും. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് കിട്ടും ജൂലൈ പകുതിക്ക് ശേഷം. ഈവൻ ഓണം ആ ഹോളിഡേയ്സിനൊക്കെ വന്നാലും ഗംഭീരമായിരിക്കും. വാട്ടർഫോൾസ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് നിറയെ വെള്ളമൊക്കെ ആയിട്ട് രസകരമായിരിക്കും. ആ തണുപ്പും കോടയും ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ അഗുംബെ ഫോറസ്റ്റ് റേഞ്ച് തന്നെയാണ്, അതിൻ്റെ ഭാഗമാണിത്. സോമനാഥേശ്വര ടെമ്പിളിൻ്റെ അകത്താണ്. ഇത് 700 വർഷം പഴക്കമുള്ള ടെമ്പിളാണ്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിരിക്കുകയാണ്. സോമനാഥേശ്വര ടെമ്പിളാണിത്. അതായത് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അഗുംബെ ഘാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അപ്പോൾ ഫുട് ഹിൽസ് ഓഫ് അഗുംബെ ഘാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 700 years old.
പക്ഷേ ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വലി കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമായിരുന്നു. അതിൻ്റെ വെളിയിൽ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈ റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള എക്സ്റ്റീരിയർ ആയിരുന്നു. വാം റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള എക്സ്റ്റീരിയറും. ഇതിൻ്റെ പഴയ കെട്ട് കാണാൻ പറ്റും. ഇത് ഏറ്റവും താഴെ നോക്കിയേ, ഇത് ആ പഴയ കരിങ്കല്ലാണ്. ഈ ക്ഷേത്രം മുഴുവൻ അങ്ങനെയാണ്, പിന്നെ മാറുന്നതാണ് വെട്ടുകല്ലും ഒക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് അത് അപ്കീപ്പ് വന്നതാണ്. 700 വർഷത്തെ പഴക്കമില്ലേ, അപ്പോൾ കുറച്ച് വരുമായിരിക്കും അങ്ങനെ. ഇതെല്ലാ പരിസരം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ശിവഭഗവാനാണ്. ഈ ട്രാവലേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഈ അഗുംബെ ഘാട്ട് കയറുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സേഫായിട്ട് ജേണി സേഫാക്കാൻ വേണ്ടി ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് സാധാരണ പതിവ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ രാത്രിയായിരുന്നു, അപ്പോൾ അടയടച്ചിരിക്കുകയായിരുന്നു, നമുക്ക് വരാനുള്ള പറ്റിയില്ല. തിരിച്ചു വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഈ സോമനാഥേശ്വര ടെമ്പിളിൻ്റെ പേരിലാണ് സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേര് കിട്ടിയിരിക്കുന്നത്. ഘാട്ട് കയറുമ്പോൾ നമുക്കാണല്ലോ ആ ഒരു സെക്ടർ മുഴുവൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറി. അഗുംബെ ഘാട്ടിൽ കയറുമ്പോൾ കാണുന്ന വനപ്രദേശം. ഇത് സോമേശ്വരനാഥ ടെമ്പിളിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുന്നത്. ഈ വില്ലേജിൻ്റെ പേര് നട്ട്പാലു എന്നാണ്. നട്ട്പാലു വില്ലേജ്, താലൂക്ക് ഹെബ്രി. ഇപ്പോൾ നമ്മൾ ഹെബ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഹെബ്രിയാണ്. ഹെബ്രി താലൂക്ക് ഉടുപ്പി ഡിസ്ട്രിക്റ്റ്. ഇത് ഉടുപ്പി ഡിസ്ട്രിക്റ്റാണ്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ് പോയത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലേക്ക് തന്നെ വരികയാണ്. ഹെബ്രി നട്ട്പാലു എന്ന് പറയുന്ന വില്ലേജാണ് ഈ പരിസരമൊക്കെ. ഫുട് ഹിൽസ് ഓഫ് അഗുംബെ ഘാട്ട്. അപ്പോൾ രാവിലെ തന്നെ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു. ശ്രീ സോമനാഥേശ്വര ടെമ്പിൾ. ഒരു തിരക്കും ആളും ഒന്നുമില്ല. അതാ കറക്റ്റ് ടൈമിന് നമുക്ക് ഇപ്പോൾ നട അടച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം കുറച്ച് ലെങ്ത് കൂടണ്ടല്ലോ. ഇനി ഇതിൻ്റെ യാത്രയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്.